അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. സ്ക്രീനിൽ അമ്മ എന്ന് തെളിഞ്ഞതും അവളൊരു ദീർഘശ്വാസം എടുത്ത് ആ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് അവളുടെ അമ്മ ഗായത്രിയുടെ ശബ്ദം. എന്താ ഇഷ്യൂ നിന്റെ ഉദ്ദേശം? എന്താ അമ്മേ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇഷ്യൂ ഒന്നും ഇല്ലേ ഈശ്വര. എങ്ങോട്ടാ നിന്റെ ഈ പോക്ക്? നീ ഓഫീസിലേക്ക് പോയിട്ട് ദിവസം എത്രയായി? നീ നിന്റെ മുൻ കാമുകന്റെ ഓർമ്മകളിൽ മുങ്ങി വിരഹജീവിതം നയിക്കാനാണോ ഉദ്ദേശം? അപ്പുറത്ത് ഗായത്രിയുടെ ശബ്ദം പരുക്കനായി. എന്നാൽ മുൻ കാമുകൻ എന്ന പ്രയോഗം ഐശ്വര്യയ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അമ്മ ഗൗതത്തിനെയാണോ ഉദ്ദേശിച്ചത്? എന്നാ കേട്ടോ, ഇപ്പോഴും ഗൗത എന്റേതു തന്നെയാണ്. ഐഷു, ചതിച്ചോ ചതിക്കാതെയോ, ഗൗത ഇന്ന് മറ്റൊരുവളുടെ ഭർത്താവാണ്, അവളുടെ താലിയുടെ അവകാശി. അതിന്റെ പേരിൽ നീ നിന്റെ ഭാവി ഇല്ലാതാക്കരുത്. അമ്മേ, വെറുതെ കാര്യം അറിയാതെ സംസാരിക്കരുത്. അവനിപ്പോ ആ രേണുവിന്റെ കൂടെ സുഖമായി ജീവിച്ചു തുടങ്ങി. നീയാണിപ്പോഴും പൊട്ടം കളിച്ച് ജീവിതം പാഴാക്കുന്നത് ഐഷു. അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? മറ്റൊന്നും പറയാനില്ല. ഞാനേ നിന്റെ അമ്മയാ. നിന്റെ ഈ വാലും തലയും ഇല്ലാത്ത പോക്ക് കാണുമ്പോ എനിക്കിത്തിരി നോവും. അതുകൊണ്ട് എത്രയും വേഗം വീട്ടിൽ വന്നോണം. ഗായത്രി പറഞ്ഞതും മറുപടി ഒന്നും പറയാതെ ഐഷു ഫോൺ വെച്ചു. ഐഷു, ഐഷു, ഈ കുട്ടിയോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഭഗവാനെ? എന്ത് പറഞ്ഞാലും തലേ കയറില്ലല്ലോ. അല്ലെങ്കിലേ ആ ഗൗതത്തിന്റെ അമ്മയ്ക്ക് അവളെ കണ്ണെടുത്താ കണ്ടുകൂടാ. അവൻ വേറെ കെട്ടുകയും ചെയ്തു. എന്നിട്ടും ഈ പെണ്ണിത് എന്തു ഭാവിച്ചാണോ? ഗായത്രി ഫോൺ ടേബിളിലേക്ക് വെച്ച് തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. ഗൗതം പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ടും ഫോൺ വിളികളും എല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോഴേക്കും രേണു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വച്ചിരുന്നു. അവൻ പുറത്തേക്ക് നടക്കുന്നത് കണ്ടപ്പോൾ രേണുവിന്റെ മിഴികൾ നിറഞ്ഞു. അവൾ പിന്നാലെ ഓടിച്ചെന്നു. അപ്പോഴേക്കും അവന്റെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയിരുന്നു. മാഡം, എന്തെങ്കിലും കഴിക്കൂ. സനയുടെ ശബ്ദമാണ് രേണുവിനെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. രേണുവിന്റെ സഹായത്തിനായി നിർത്തിയതാണ് സനയെ. വേണ്ട സന, എനിക്ക് വിശക്കുന്നില്ല. മാഡം, നിങ്ങളിങ്ങനെ പട്ടിണിയിരുന്നാ എനിക്ക് നല്ല വഴക്ക് കേൾക്കും. സന അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലും ഇല്ല സന, ഞാൻ കഴിച്ചില്ല എന്ന പേരിൽ സാർ നിങ്ങളെ ഒരിക്കലും വഴക്കു പറയില്ല. രേണുവിന്റെ വാക്കുകളിൽ വേദന നിറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മാഡം. ഇന്നലെ രാത്രിയും മാഡം ഒന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങനെ പട്ടിണിയിരുന്ന എങ്ങനെയാ? സന അത് പറഞ്ഞപ്പോഴാണ് രേണുവിന് തന്റെ വയറ്റിൽ തുടിക്കുന്ന ജീവനെ ഓർമ്മ വന്നത്. പാടില്ല, അതിനൊന്നും സംഭവിക്കാൻ പാടില്ല. അവൾ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 2 ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും ഒഴിച്ചു. അടുക്കളയിൽ നിന്നും ഒരു കപ്പിൽ രേണുവിനുള്ള കാപ്പിയുമായി വന്ന സന കാണുന്നത് കുടഞ്ഞിട്ട് ഛർദ്ദിക്കുന്ന രേണുവിനെയാണ്. കഴിച്ചതത്രയും ഞൊടിയിടയിൽ അവൾ പുറത്തേക്ക് ഛർദ്ദിച്ചു. അവൾ ഓടി രേണുവിനരികിലെത്തി അവളുടെ പുറം തടവിക്കൊടുത്തു. ഒന്നുമില്ല മാഡം, സന അവളെ ആശ്വസിപ്പിച്ചു. ഗർഭിണിയാണ് എന്ന കാര്യം ആരോടും പറയാൻ രേണുവിന്റെ മനസ്സ് അനുവദിച്ചില്ല. ചിലപ്പോൾ ആ ജീവനെ ഇല്ലാതാക്കാനും ഗൗതം മടിക്കില്ല എന്നൊരു തോന്നൽ. മാഡം, മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? സത്യത്തിൽ രേണുവിന്റെ മനസ്സിലും അങ്ങനെയൊരു ചിന്ത ഉണ്ടായിരുന്നു. വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യം ഒന്നറിയാൻ. അതുകൊണ്ട് തന്നെ അവൾ സനയോട് എതിരൊന്നും പറഞ്ഞില്ല. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് കൽപ്പന അവരുടെ അടുത്തേക്ക് വരുന്നത്. എങ്ങോട്ടാ? എന്നാൽ രണ്ടുപേരും പരസ്പരം നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. രേണുവിനെ കൂർപ്പിച്ചു നോക്കി കൽപ്പന അകത്തേക്ക് പോയി. രേണു മടിച്ചു നിൽക്കുന്നത് കണ്ട സന അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കാർ പാർക്കിങ്ങിലിട്ട് ഗൗതം സ്റ്റെപ്പ് കയറി ക്യാബിനിലേക്ക് നീങ്ങി. എല്ലാ എംപ്ലോയീസും അപ്രതീക്ഷിതമായി അവനെ കണ്ടതും ഒന്ന് പരുങ്ങി. ഷീല വന്നില്ലേ? വന്നു സർ, വാഷ്റൂമിൽ പോയതാണ്. വരുമ്പോ ക്യാബിനിലേക്ക് വരാൻ പറയണം പറഞ്ഞുകൊണ്ട് അവൻ ഉള്ളിലേക്ക് കയറി. വാഷ്റൂമിൽ നിന്നും തിരികെ വന്നപ്പോൾ ക്യാബിനുള്ളിൽ ഗൗതത്തിനെ കണ്ടതും ഷീല ഒന്ന് പേടിച്ചു. ചേച്ചിയെ സാറ് തിരക്കുന്നുണ്ട്, വന്നാ ക്യാബിനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഷീല നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഡയറിയുമായി ഗൗതത്തിന്റെ ക്യാബിനിലേക്ക് നടന്നു. ഫോണിൽ ഗൗതം ആരെയോ ചീത്ത പറയുന്നത് കേട്ടാണ് ഷീല ക്യാബിനുള്ളിലേക്ക് കയറിയത്. അവൻ ഷീലയുടെ നേരെ തിരിഞ്ഞു. ഇന്ന് എന്തൊക്കെ മീറ്റിംഗാ ഉള്ളത്? ആ ചോദ്യം കേട്ടപ്പോൾ ഷീല വിറച്ചുപോയി. സമയം ഇപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു. തന്റെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടാതെ വന്നപ്പോൾ ഗൗതം നെറ്റിച്ചുളിച്ച് ടീനയുടെ നേർക്ക് മുഖമുയർത്തി. ഫാക്സ്, മെയിൽ, ഏതെങ്കിലും എമർജൻസി ഉണ്ടോന്ന് വേഗം നോക്കിയിട്ട് പറയണം. ഷീലയ്ക്ക് ശ്വാസം തിരികെ കിട്ടിയതുപോലെ തോന്നി. ഇപ്പൊ തന്നെ നോക്കി പറയാൻ സർ എന്ന് മാത്രം പറഞ്ഞ്
വേഗത്തിൽ ക്യാബിനിൽ നിന്നും പുറത്തു ചാടി സീറ്റിലേക്കോടി. അത്യാവശ്യമായി മറുപടി പോകേണ്ട മെയിലുകളുടെ ലിസ്റ്റുമായി എഴുന്നേൽക്കുമ്പോഴാണ് ഗൗതത്തിന്റെ ക്യാബിനുള്ളിലേക്ക് ഐശ്വര്യ കയറുന്നത് അവൾ കണ്ടത്. ഷേ, ഈ സ്ത്രീ വലിയ ശല്യമാണല്ലോ. ആരാ ചേച്ചി? വേറെ ആരാ, ആ ഐശ്വര്യ. ക്യാബിനുള്ളിലേക്ക് കയറി വന്ന ഐഷുവിനെ കണ്ടതും ഗൗതത്തിന്റെ മുഖം വിടർന്നു. ഹായ് ഗൗതം, ഫ്രീ ആണോ? ഹായ് ഡിയർ. യെസ്, ഞാനിപ്പോൾ ഫ്രീയാ. അല്ല, ഫ്രീ ആകാം. ആ ഷീല, ഇന്നത്തെ മുഴുവൻ മീറ്റിങ്ങുകളും ക്യാൻസൽ ചെയ്തേക്ക്. ആരെങ്കിലും വിളിച്ചാ ഞാൻ അവൈലബിൾ അല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. യു നോ ഗൗതം, ഐ മിസ് യു സോ മച്ച്. ശല്യമാകുന്നു എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ നിന്നെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല ഗൗതം. പ്രണയപരവശയായി അവനെ നോക്കിക്കൊണ്ട് ഐഷു പറഞ്ഞു. ഐ ടു മിസ് യു ഡിയർ. ഗൗതം വെറുതെ പറയുകയാണ് എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. നിനക്കെന്താ അങ്ങനെ തോന്നിയത്? അമ്മ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. കുറേ ചീത്ത പറഞ്ഞു. നിന്നെ കാത്തിരുന്ന് ഞാൻ ജീവിതം തുലയ്ക്കുന്നു എന്നാ അമ്മയുടെ വാദം. നീ ഇന്നൊരു ഭർത്താവാണ്, മറ്റൊരുവളുടെ താലിക്ക് അവകാശിയാണ് എന്നൊക്കെ കുറെ കുലചിന്തകളും പകർന്നു തന്നു ഗായത്രി അമ്മ. നീ രേണുവിന്റെ കൂടെ സുഖമായി കഴിയുകയാണെന്ന്. ഐഷു, ദേ നോക്ക്, ആ പേര് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. അവളെപ്പറ്റി ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാര്യം പറയുന്നേ? അന്നും ഇന്നും എനിക്ക് ഒരാളെ മാത്രമേ ഇഷ്ടമുള്ളൂ, അത് നിന്നെ മാത്രമാണ്. ആര് ചതിച്ചാലും പെടുത്തിയാലും നീ എൻ്റെ മനസ്സിലാണ് ഐഷു ഉള്ളത്. അവൾ പ്രതീക്ഷിച്ചതും ഈ വാക്കുകളായിരുന്നു. അതുകൊണ്ട് തന്നെ പക തിളയ്ക്കുന്ന ഒരു ചിരി അവളുടെ കണ്ണിൽ വിരിഞ്ഞു. എങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യേ. തീർച്ചയായും ഐഷു, അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. പക്ഷെ നിയമപ്രകാരം ഡിവോഴ്സ് ആകണമെങ്കിൽ 6 മാസമെങ്കിലും കഴിയണം. അതുവരെ ആ മാരണത്തിന് സഹിച്ചേ പറ്റൂ. അതിനുശേഷം ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല. ഗൗതത്തിന്റെ വാക്കുകൾ കേട്ടിട്ടും അവളുടെ മുഖത്ത് ഒരു വിശ്വാസമില്ലായ്മ അവന് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ മെല്ലെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഇപ്പോഴും നിനക്കെന്നെ വിശ്വാസമില്ലേ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ആ നോട്ടം നേരിടാനാവാതെ അവൾ മുഖം കുനിച്ചു നിന്നു. അവളുടെ മിഴികൾ നിറഞ്ഞു വന്നത് പുറംകൈ കൊണ്ട് തുടച്ച് അവൾ അവനോട് ചേർന്ന് നിന്നു. അത് കണ്ടതും അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. പരസ്പരം മിറുകെ പുണർന്ന് ഏറെ നേരം അങ്ങനെ നിന്നപ്പോൾ അവൾ അവനെ തള്ളി മാറ്റി. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.